ഹലോ ഫ്രണ്ട്സ്, എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ദാ പിള്ളേരെയും കൊണ്ട് ഇവിടെ കളിക്കാൻ വന്നാട്ടോ. മോൻതാ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് കോവയ്ക്കല്ലടാ, അത് വേറെ എന്തോ ഒരു സാധനമാണ്. ഇവിടെ ഒരു മരമുണ്ട്, അതിനകത്തൊരു കായുണ്ട്. അവൻ പറയുന്നത് അത് കോവയ്ക്കാന്നാ. പക്ഷെ പിള്ളേരൊക്കെ അത് എറിഞ്ഞു വീഴ്ത്താനും വേണ്ടി നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അവർ പറയാ എന്നോട് എറിഞ്ഞു വീഴ്ത്താനൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക. അതെന്താന്ന് പോലും അറിയാതെ വെറുതെ എന്തിനാണ് ഞാൻ ആ പണിക്ക് നിൽക്കുന്നതെന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു ഞാൻ ചെയ്തു തരില്ലെന്ന്. ഞാനൊരു കുട്ടി വീഡിയോസൊക്കെ എടുത്ത് തുടങ്ങി കഴിഞ്ഞാൽ എല്ലാം അവിടെ നിന്ന് സൗണ്ട് വരും കേട്ടോ. മോൻ സൗണ്ട് ഇടും, അല്ലെ പിന്നെ ടി വി വയ്ക്കും, അല്ലെ പിന്നെ നമ്മുടെ തൊട്ട് വീട്ടിൽ നിന്നൊക്കെ ഓരോരോ സൗണ്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് എപ്പോഴും ഡിസ്റ്റർബൻസ് ആവും കേട്ടോ. അപ്പോൾ ഇന്ന് പുറത്തിറങ്ങിയപ്പോൾ ഇതാ മോനാണെങ്കിൽ നല്ല കളിയിലൊക്കെയാണ്. കുറച്ച് നേരം ഞാൻ വീഡിയോസൊക്കെ എടുക്കാനൊക്കെ ശ്രമമൊക്കെ നടത്തി, പക്ഷെ അവൻ സംസാരിച്ചുകൊണ്ടിരിക്കുമായിരുന്നു കേട്ടോ. ഞാൻ വീഡിയോ എപ്പോൾ ഓണാക്കിയാലും അവൻ വേഗം വന്ന് സംസാരിക്കാൻ വേണ്ടി നിൽക്കുവേ. അപ്പോൾ ഇതാ എൻ്റെ ഇടയിൽ കൂടെ മങ്കീനെ കണ്ടപ്പോൾ അവൻ അതൊക്കെ കണ്ടിട്ട് കുറേ നേരം ഇങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു. മധ്യപ്രദേശിൽ ഇപ്പോൾ എവിടെ നോക്കിയാലും ഗുവ പിഞ്ചിട്ട് നിൽക്കുന്നതുകൊണ്ട് ഇഷ്ടം പോലെ തത്തമ്മകളെയൊക്കെ കാണാൻ പറ്റും കേട്ടോ. എവിടെ നോക്കിയാലും തത്തമ്മയാണ്. നമ്മുടെ ഹോസ്പിറ്റലിൽ മുന്നേ ഉണ്ടായിരുന്ന ഒരു ഐജി ദിവസേന അവരുടെ വീടിൻ്റെ ഫ്രണ്ടിൽ കുറേ ധാന്യങ്ങളൊക്കെ കൊണ്ടുപോയി ഇട്ട് കൊടുക്കുമായിരുന്നു കേട്ടോ. ആ ഒരു സമയത്ത് ഇഷ്ടം പോലെ തത്തമ്മകളൊക്കെ ഐജീൻ്റെ വീട്ടിൽ വന്നിരിക്കുന്നതായിട്ട് കാണാൻ പറ്റുമായിരുന്നു. അത് കണ്ടിട്ട് ഞാനും കുറേ ഭക്ഷണ സാധനങ്ങളും ധാന്യങ്ങളും ഒക്കെ കൊണ്ടുപോയി പുറത്തിട്ട് കൊടുക്കാറുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ തത്തമ്മകളൊന്നും വരില്ല. പക്ഷേ മയിൽ, അതുപോലെ അണ്ണാൻ, അങ്ങനെ കുറേ ചെറിയ ചെറിയ കിളികളും കാര്യങ്ങളൊക്കെ ആയിട്ട് വരാറുണ്ടായിരുന്നു കേട്ടോ. ഇന്നിനി രാത്രിക്ക് ഞാൻ ഭക്ഷണം ഒന്നും ഉണ്ടാക്കി വെച്ചിട്ടില്ല കേട്ടോ. ഇല്ലെങ്കിൽ ഞാൻ സാധാരണ കറിയെങ്കിലും വെച്ച് വെക്കുന്നതായിരുന്നു. ഇന്ന് ഞാൻ രാവിലെ ചപ്പാത്തിയും അതുപോലെ ഏട്ടന് വേണ്ടിയിട്ട് പറാട്ടയായിരുന്നു കേട്ടോ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ഒരു ലോക്കിൻ്റെ സബ്ജി ഉണ്ടായിരുന്നു. ഇത് ഡ്രൈ സബ്ജി ആയത് കാരണം നമുക്ക് എന്താ പറയുക, രാവിലേക്ക് മാത്രമേ തികഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. ഈ മടക്കൊക്കെ നേർത്തി എടുത്തു കഴിഞ്ഞാൽ അത് ചപ്പാത്തി ആട്ടോ. പിന്നെ ഈ ചപ്പാത്തി എന്ന് പറയുന്നത് നാലാക്കി മടക്കി കഴിഞ്ഞ് ഒന്ന് പരത്തി എടുത്തു കഴിഞ്ഞാൽ പറാട്ടയാകുകയെ. അതാണ് നമ്മുടെ നോർത്ത് ഇന്ത്യത്തെ പറാട്ട എന്ന് പറയുന്നത്. ഓരോ മടക്കുമ്പോഴും ഇതിനകത്ത് നമ്മൾ നെയ്യോ ഓയിലോ എന്തെങ്കിലും ചേർത്ത് കൊടുക്കണം കേട്ടോ. എന്നിട്ട് നമ്മൾ മടക്കി കൊടുത്ത ആ ഒരു ട്രയാങ്കിൾ ഷേപ്പിൽ തന്നെ പറാട്ട പരത്തിയെടുക്കുകയും കൂടെ വേണം കേട്ടോ. എന്നിട്ട് ചുട്ടെടുത്ത പറാട്ട റെഡി. ഞാനിന്ന് ഏട്ടൻ വന്നിട്ട് ഏട്ടന് ഇഷ്ടമുള്ള എന്തെങ്കിലും ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് കുറേ നേരമായിട്ടോ. പക്ഷേ 7:30 ആയിട്ട് ഇനി ഏട്ടൻ വന്നിട്ടില്ല. ഇനിയിപ്പം ചിലപ്പോൾ 8 മണിയൊക്കെ ആവുമെന്ന് തോന്നുന്നു. ഈ വാച്ച് തെറ്റാട്ടോ. ഇതിന് ഇനി ബാറ്ററി മാറ്റാനായിട്ടുണ്ട്. വാച്ച് തെറ്റാണ്. അതുകൊണ്ട് തന്നെ ഇനിയിപ്പം എന്താ പറയുക, ഏട്ടൻ വന്നു കഴിഞ്ഞാൽ പുറത്തൊക്കെ പോകുന്നുണ്ട്. ഞാനും കൂടെ പോകാമെന്നൊക്കെ വിചാരിച്ചാട്ടോ. പക്ഷെ എന്തായാലും ഏട്ടൻ ലേറ്റ് ആയില്ലേ. ഇനിയിപ്പോൾ എന്തായാലും ഞാൻ പെട്ടെന്ന് ഭക്ഷണമൊക്കെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ പറ്റുവാണെങ്കിൽ ഏട്ടൻ്റെ കൂടെ പുറത്തൊക്കെ പോകണം. ഇന്ന് എന്തെങ്കിലും ഉപ്മാവ് ഉണ്ടാക്കാനും വേണ്ടിയിട്ട് തക്കാളി ഉണ്ടായിരുന്നില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് എന്താ പറയുക, നേരത്തെ തൊലിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. കുറച്ച് വെളുത്തുള്ളി ഉണ്ടായിരുന്നു, പിന്നെ 2-3 വലിയ ഉള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ. എന്തായാലും തക്കാളി ഇല്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ എന്തായാലും വലിയ ഉള്ളി കുറച്ച് അധികം എടുത്തിട്ടുണ്ട്. കാരണം ഒരു കഷ്ണം ഇല്ലെങ്കിൽ പിന്നെ ഉപ്മാവ് കഴിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ. ഞാൻ റവ ഉപ്മാവാണ് വെക്കുന്നത്. അത് മാത്രമല്ല പച്ചമുളക് നമ്മൾ അധികം യൂസ് ചെയ്യാത്തതുകൊണ്ട് ഒരു ചെറിയ പച്ചമുളക് മാത്രമാണ് കേട്ടോ ഇന്നത്തെ നമ്മുടെ ഉപ്മാവിനകത്ത് ചേർക്കുന്നത്. അതാ ഞാനൊരു വലിയ ചീനച്ചട്ടി എടുത്തിട്ടുണ്ട് കേട്ടോ. കാരണം ഉപ്മാവ് ഉണ്ടാക്കുമ്പോൾ എപ്പോഴും വലിയ ചീനച്ചട്ടി എടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അതുപോലെ ഉപ്മാവ് ഉണ്ടാക്കുമ്പോൾ നമ്മൾ മെയിനായിട്ട് നമ്മൾ പച്ചക്കറികളൊക്കെ എടുത്ത് വെക്കുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഒരു കയ്യിലോ ഒരു സ്പൂണോ എന്തെങ്കിലും നമ്മൾ എപ്പോഴും എടുത്ത് വെക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. അപ്പോൾ അതാ ഞാൻ എല്ലാം അടുത്ത് വെച്ചിട്ടാട്ടോ ഞാൻ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങിയത്. സ്പൂണും അതുപോലെ എന്താ പറയുക, പച്ചക്കറികൾ എടുത്ത് വെച്ചു, പിന്നെ ഉപ്പ് എടുത്ത് വെച്ചു, മഞ്ഞപ്പൊടി എടുത്ത് വെച്ചു. ഞാൻ ഈ ഒരു ഉപ്പും മഞ്ഞപ്പൊടിയും മാത്രം കേട്ടോ ഈ ഒരു ഉപ്മാവ് ഉണ്ടാക്കാനും വേണ്ടിയിട്ട് യൂസ് ചെയ്യുക. പിന്നെ റവ ഞാൻ വറക്കുന്നൊന്നുമില്ല. ഇത് റോസ്റ്റഡ് റവയാണ്, അതുകൊണ്ട് തന്നെ വറക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. അപ്പോൾ അതാ ഞാൻ കടുകൊക്കെ പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. ഓയിലൊക്കെ ഒഴിച്ചിട്ട് കടുകൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ പൊട്ടിക്കഴിഞ്ഞപ്പോൾ ഞാൻ എല്ലാ പച്ചക്കറികളും കൂടെ ഒന്നിച്ച് തട്ടുവാണ്. അപ്പോൾ ഇനി ഇതൊന്ന് ചെറുതായിട്ടൊന്ന് എന്താ പറയുക വെന്ത് വരുന്ന സമയത്ത്, ആ ഒരു കളർ ചേഞ്ച് ആവുന്ന സമയത്ത് ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ ഒഴിച്ചിട്ട് റവയും കൂടി ഇട്ട് കൊടുത്തു കഴിഞ്ഞിട്ട് ആ റവയും കൂടെ വറ്റിച്ചെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഉപ്മാവ് കൂടെ റെഡിയാവും കേട്ടോ. അപ്പോൾ ദാ ഉള്ളിയൊക്കെ നന്നായി വഴണ്ടി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ദാ ഞാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുവാണ്. റവ ആയതുകൊണ്ട് കുറച്ച് കൂടുതൽ വെള്ളം ഒഴിക്കുന്നതായിരിക്കും കേട്ടോ നല്ലത്. കാരണം പെട്ടെന്ന് അടിപ്പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ പെട്ടെന്ന് അടിപ്പിടിക്കുന്നതുകൊണ്ട് തന്നെ അങ്ങനെ വെന്ത് കിട്ടാൻ എന്താ പറയുക ബുദ്ധിമുട്ടാട്ടോ. അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ചധികം വെള്ളമൊക്കെ ഒഴിച്ചിട്ടുണ്ട്. ഇനി നന്നായിട്ട് തിളച്ച് വരുന്ന സമയത്ത് ആവശ്യത്തിനുള്ള ഉപ്പ് ഉണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് പിന്നെ റവ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. പിന്നെ ഏട്ടൻ ഓഫീസിൽ നിന്ന് വന്നപ്പോൾ പെട്ടെന്നൊരു ചായയൊക്കെ വെച്ച് കൊടുത്തു കേട്ടോ. അപ്പോഴേക്കും എൻ്റെ ഉപ്മാവൊന്നും ആയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഉപ്മാവ് ആയി വന്നപ്പോഴേക്കും ഏട്ടൻ പുറത്ത് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് ഏട്ടൻ്റെ കൂടെ പുറത്ത് പോകാനും പറ്റിയില്ല കേട്ടോ. തക്കാളിയൊന്നും ഇടാത്ത കാരണം ഇന്ന് മഞ്ഞപ്പിത്തം ബാധിച്ച പോലെയായിരുന്നു കേട്ടോ ഉപ്മാവ് ഉണ്ടായിരുന്നത്. എന്നാലും കുഴപ്പമില്ല, നമുക്ക് കാണാൻ ലുക്കില്ലെങ്കിലും കഴിച്ചാൽ പോരെ. ഞാൻ ഉപ്മാവൊക്കെ വെച്ച് വന്നപ്പോഴേക്കും ഏട്ടനും മോനും കൂടെ പുറത്തൊക്കെ പോയിട്ടുണ്ട് കേട്ടോ. പച്ചക്കറി മേടിക്കാൻ പോയിരിക്കുകയാണ്. അപ്പോൾ ഞാനും കൂടെ പോകാനൊക്കെ വിചാരിച്ചു. എനിക്ക് 1-2 സാധനമൊക്കെ മേടിക്കാറുണ്ട് കേട്ടോ. നമ്മുടെ പ്ലേറ്റൊക്കെ
എന്താ പറയുക, നമ്മൾ 2-3 വർഷം മുന്നേ മേടിച്ച പ്ലേറ്റ് ആട്ടോ. അപ്പോൾ അതൊക്കെ പൊട്ടി പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ആൾക്ക് പുതിയതൊന്ന് മേടിക്കണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ. ഇനിയിപ്പോൾ ഏട്ടനായാലും പോയി മേടിക്കും. അതുകൊണ്ടല്ല, മീൻസ് നമ്മളും കൂടെ ഒപ്പം പോകുമ്പം അതൊരു രസമല്ലേ എന്ന് വിചാരിച്ചില്ല. കാരണം വല്ലപ്പോഴെങ്കിലും പുറത്തിറങ്ങുന്നത് നല്ലതല്ലേ, എൻ്റെ മൈൻഡ് ഒന്ന് റിലാക്സ് ആവാനും എല്ലാം നല്ലതാണ് എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അങ്ങനെ വിചാരിച്ചത്. പക്ഷേ എന്തായാലും നടന്നില്ല കേട്ടോ. അപ്പോൾ അവരെന്തായാലും പോയിരിക്കുവാണ്. അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ ഞാൻ ഭക്ഷണം കഴിക്കാൻ പോവുകയാണ്. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി ഞാൻ നല്ല നല്ല വീഡിയോസൊക്കെ ആയിട്ട് വരാവേ. ഇന്നെന്തായാലും വീഡിയോ അപ്ലോഡ് ചെയ്യാൻ നല്ലപോലെ സമയം വൈകിയിട്ടുണ്ട്. കാരണം ഞാൻ വൈകിട്ടാണ് വീഡിയോ എടുത്ത് തുടങ്ങിയത് തന്നെ. എനിക്ക് രാവിലെയൊക്കെ വീഡിയോസ് എടുക്കാൻ നല്ല മൂഡുണ്ട്. പക്ഷേ സ്ഥിരമായിട്ട് എപ്പോഴും ഒരേ കണ്ടൻറ്റ് നമ്മൾ എങ്ങനെയാണ് അപ്ലോഡ് ചെയ്യുക, എങ്ങനെയാണ് നിങ്ങളിലോട്ട് എത്തിക്കുക എന്ന് പറഞ്ഞിട്ട് എനിക്ക് ഭയങ്കര ടെൻഷനാട്ടോ. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ വീഡിയോസ് ഒന്നും എല്ലാ ദിവസവും എടുക്കാത്തത്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് എന്നെ സപ്പോർട്ടൊക്കെ ചെയ്യണം കേട്ടോ. അപ്പോൾ ഇനിയും ഞാൻ നല്ല നല്ല വീഡിയോസൊക്കെ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്കും കമൻറ്റും ഷെയറും ഒക്കെ ചെയ്യണം കേട്ടോ. അതുപോലെ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യുക. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ കാണുന്നവരെ ബായ്.